ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശോഭ സിറ്റിക്ക് പോവാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഔട്ട് ഓഫ് കൺട്രിയാണ്. അപ്പോൾ മൂപ്പരാൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഒരു ക്വിക്ക് ഡേ ഔട്ടിങ് പോലെ പോയതാണ് കേട്ടോ. ഡേ ഒക്കെ കഴിഞ്ഞ് ഉച്ചയായി, എന്നാലും പോയി. അപ്പോൾ ഞങ്ങൾ എന്നുള്ള ഗെറ്റ് റെഡി വിത്ത് ആയിരുന്നു. പെട്ടെന്ന് തന്നെ റെഡിയായി. 10 മിനിറ്റ് 15 മിനിറ്റിൽ റെഡി ആയതാണ്. പെട്ടെന്ന് റെഡിയായി, ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, പിന്നെ സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഓഫ്കോഴ്സ് നമ്മുടെ ചൂട്ടത്ത് അതൊക്കെ ഒഴുകിപ്പോവും. അപ്പോൾ നല്ല സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തില്ല. ഡയറക്റ്റായിട്ട് ശോഭയിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് കാർ പാർക്ക് ചെയ്യായിരുന്നു ഞങ്ങൾ. പിന്നെ ഓരോരുത്തർ ഉറക്കപ്പിച്ചേന്ന് എൻ്റെ കാരണം ഓരോരുത്തർ എടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ നേരെ ശോഭയുടെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അടിയിൽ നിന്ന് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് പോയി നേരെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. ഫസ്റ്റ് തന്നെ അവിടെ കയറി ഭയങ്കര തിരക്ക്, അത്ര വലിയ തിരക്കില്ലാത്ത സമയത്താണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിട്ട് നേരെ മാക്സിലേക്കാണ് പോയത്. മാക്സിൽ പോയി അവൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂഡിയോയിൽ കയറി ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പുറത്ത് വന്നപ്പോൾ കുറച്ച് മേക്കപ്പ് കണ്ടു. ഓഫ്കോഴ്സ് നമ്മൾ മേക്കപ്പ് ക്രീസി ആയതുകൊണ്ട് നമ്മൾ മേക്കപ്പ് തപ്പണമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് മേക്കപ്പൊക്കെ നോക്കി. അത് കഴിഞ്ഞ് കമ്മലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല കമ്മലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വാങ്ങി. ഞാൻ ആ തൊട്ട് മുന്നേ പിടിച്ച ആ കമ്മൽ ഞാൻ വാങ്ങി കേട്ടോ, ഗോൾഡ്. ഞാൻ ഇങ്ങനത്തെ കമ്മലുകൾ അന്വേഷിച്ചെടുക്കായിരുന്ന സമയത്താണ്. 99 റുപ്പീസിനാണ് ഇതൊക്കെ വരുന്നത്. നല്ല അഫോർഡബിൾ ആണ്. ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് കൊടുക്കുക, സ്പെഷ്യലി ജ്വല്ലറി കേട്ടോ. അത് കഴിഞ്ഞ് മക്കൾക്ക് ഈ ഒരു എന്താ പറയുക, ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ 2 കുട്ടികളും ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു കുഞ്ഞു കുട്ടീനെയും കൂടെ എത്തിയിട്ട് ബസ്സിൽ വിട്ടു. അങ്ങനെ 2-3 റൗണ്ട് അവർ 2-3 റൗണ്ട് അടിച്ച് അവർക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി. അതിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ പിന്നെ നമുക്കറിയാമല്ലോ, അല്ലറ ചില്ലറ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചവറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. വണ്ടി അവിടെ നിന്ന് എടുത്ത് ഒരു 4 to 5 ഹവേഴ്സിൻ്റെ അടുത്ത്, 5 to 6 ഹവേഴ്സിൻ്റെ അടുത്ത് അവിടെ ചിലവാക്കിയിട്ടുണ്ട്. ഷോപ്പിങ്ങൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇൻ ലോ ആണ് കേട്ടോ വണ്ടി എടുത്തത്. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ സുഖമായി അവിടെ ഇരുന്നു. പിന്നെ ഉണ്ണിക്ക് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ സമയം പോയി. അവൾ കുറേ നേരം ഉറങ്ങിയ കാരണം പിന്നെ പോണ നേരത്തൊന്നും ഉറങ്ങിയില്ല. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് അടിച്ചിട്ട് പോകാമെന്ന്. അപ്പം നേരെ ഞങ്ങളുടെ അടുത്തൊരു കുഞ്ഞൊരു മോൾ ഉണ്ടായിരുന്നു. അവിടെ പോയി ചിക്കിങ്ങിൽ പോയിട്ട് ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി ഫ്രൈഡ് ചിക്കൻ കഴിച്ചു. ചിക്കനിൽ കയറിയിട്ട് എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഷോപ്പിംഗ് മാത്രമാണ് ഇന്നത്തെ ഉദ്ദേശമായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഈ വ്ളോഗ്, കൊച്ചു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.